രാവിലെ തന്നെ നമ്മൾ കഴിച്ചാണ് നേരെ അങ്ങോട്ട് ഓഫീസിലേക്ക് പോകണം. ഓഫീസിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ ദോശയും നല്ല ആംപ്ലേറ്റ് ഒക്കെ അടിച്ചിട്ട് നേരെ പിടിച്ചാണ് നിന്ന് നാട്ടിലത്തെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി വാരി വലിച്ചാണ് തിന്നുക. പിന്നെ ഓഫീസിലെത്തി ഒരു 12 മണിയായപ്പോൾ ഞാൻ അങ്ങോട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി 2 കേക്ക് അങ്ങോട്ട് വാങ്ങി. ഈ കേക്കിന് 1-5 റിയാലുള്ളൂ. പിന്നെ 3 റിയാലും 4 റിയാലും കിട്ടുന്ന പല കേക്കുകളും കിട്ടും, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും ഞാൻ വാരി വലിച്ച് 2 കൂടി മിസ്സാക്കിയിട്ട് തിന്നുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി പോയി തിന്നാണ്. അങ്ങനെ പിന്നെയും പോയി കേക്ക് വാങ്ങിയിട്ട് വന്നു. ഈ കേക്ക് ഇങ്ങനെ എടുക്കാൻ തിന്നുമ്പോൾ വല്ലാത്ത രസമാണ്. ഈ ചോപ്പ് സാധനം എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. ബാക്കിയുള്ള സാധനമൊക്കെ ഞാൻ കടിച്ചു ബാരി തിന്നുന്നുണ്ട്, അത് വല്ലാത്ത രസമാണ്. അങ്ങനെ പിന്നെ നമ്മൾ പോണത് 8 റുപ്യേൻ്റെ ബിരിയാണി കഴിക്കാനാണ്. 8 റുപ്യക്ക് ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാരും വിശ്വസിച്ചില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ 8 റുപ്യേൻ്റെ ബിരിയാണി നേരെ കഴിക്കാൻ പോണത്. ഇതിവിടെ കുറേ ഐറ്റംസ് ഉണ്ട്, ഒരു ഐറ്റംസ് മാത്രമല്ല, ഇവിടെ ഷവർമ ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷേ അതൊക്കെ അസറിന് ശേഷമുള്ള പരിപാടിയാണ്. അതിന് ശേഷം ഇവിടെ ബിരിയാണി ഉണ്ടാവില്ലേ. അപ്പോൾ ബിരിയാണി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറി. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നേരെ ഞാൻ ടെർമിനൽ ഉണ്ടായിരുന്നു. ബിരിയാണി മറ്റേ ഹൈദരാബാദി ബിരിയാണിൻ്റെ ടച്ചുള്ളൊരു ബിരിയാണി കേട്ടോ. അങ്ങനെ വന്ന് ബിരിയാണി ഇങ്ങോട്ട് വന്ന് ബിരിയാണി വന്നപ്പോൾ വട്ടം കറക്കിയിട്ടൊരു പരിപാടി ഞാൻ അങ്ങോട്ട് ആദ്യം എടുത്ത്. അങ്ങനെ ഞാൻ അതിൽ തപ്പണ എന്താ വെച്ചാൽ ചിക്കനാണ്. ഓ അതാ ചിക്കൻ. പിന്നെ ഒരു ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ച ചിക്കനാട്ടോ. പൊരിച്ച ചിക്കൻ പ്രത്യേക ടേസ്റ്റ്. ഔ ഡമ്മേ, വല്ലാത്ത രസം. ആ രസമാണ് തിന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു പൂതി. എന്നാൽ പിന്നെ ചോറുക്കും കൂട്ടി അങ്ങോട്ട് തിന്നാ വെച്ച് അങ്ങനെ ബിരിയാണിയും കൂട്ടി കുഴച്ചാണ് നിന്ന്. അങ്ങനെ സലാഡിൻ സോസൊക്കെ വാങ്ങി. ഇവിടെ തക്കാളി സോസ് ആണല്ലോ, മയോണീസ് ഒന്നും നാട്ടിലത്തെ മാതിരി ഇവിടെ കിട്ടൂല. അതുകൊണ്ട് പിന്നെ തക്കാളി സോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമൊക്കെ ചെയ്യാം. പക്ഷേ ആ ചിക്കൻ കൂട്ടി തിന്നാൽ തന്നെ അതൊരു വല്ലാത്ത പീലാണ്. ആ പീലാണ് കിട്ടിയപ്പോഴേ എനിക്ക് വല്ലാത്തൊരു പീലായി. അങ്ങനെ ഞാൻ പിന്നെ സലാഡ പറഞ്ഞു, സലാഡ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സലാഡൊക്കെ പാടെ കൊതി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിന്നാണ്. സംഭവം എന്താ വെച്ചാൽ ഇത് വെടുത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പവറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവറാണ്. കാരണം വെച്ചാൽ 8 റുപ്യക്ക് നല്ല ബിരിയാണി കിട്ടുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി എന്തായാലും 13 റിയാലും 12 റിയാലും 13 റിയാലും 15 റിയാലൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ഇതിന് വലിയ പൈസ ഒന്നുമില്ല. ഇത് 5 റിയാലും കിട്ടാണ്ട് 6 റിയാലും കിട്ടാണ്ട് 7 റിയാലും കിട്ടാണ്ട് 8 റിയാലും കിട്ടാണ്ട് കേട്ടോ. ചെറിയ പൈസക്കും കിട്ടാണ്. അങ്ങനെ ഏതായാലും ഞാൻ വാരി വലിച്ച് തിന്നാണ്ട് കഴിഞ്ഞ്. പിന്നെ തോന്നി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു പിസ്സ വാങ്ങി. ഇങ്ങനത്തെ പിസ്സ 2-3 എണ്ണം വാങ്ങിട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത് ബെന്നിക്ക് ഉണ്ടാക്കുന്ന പിസ്സയാണ്, 2 റുപ്യേൻ്റെ പിസ്സയാണ്.